ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ. പിന്നെ അതിന് ഫ്ലൈറ്റിൽ കയറുന്നതിനുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഏജൻസി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എടുക്കേണ്ട സാധനങ്ങളും പിന്നെ കരുതേണ്ട പാസ്പോർട്ട്, അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതിൻ്റെ കോപ്പി എടുക്കണം, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂളായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നു. അതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഏലൂർ കൺസൾട്ടൻസി ആണ്. പിന്നെ ത്രൂ ഔട്ട് ഇന്ത്യ തൊട്ട് ഇന്ത്യ ടു UK ത്രൂ ഔട്ട് യാത്ര അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് വണ്ടർഫുൾ. ഓക്കെ, കാരണം ഏജൻസീൻ്റെ ഹെൽപ്പും നമ്മൾ സപ്പോർട്ടും എല്ലാം വണ്ടർഫുൾ. ഏജൻസി തന്നെ നമ്മൾക്ക് ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്ത് തന്നു. ആൻഡ് ട്രാവൽ വാസ് വെരി നൈസ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏജൻസി പിക്ക് ചെയ്തു, നമുക്ക് ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ, ഓൾ ടുഗദർ ഇറ്റ്സ് വെരി ഫാന്റാസ്റ്റിക്. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ടായിരുന്നു. അതായത് ഇവിടം വരെ എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ എല്ലാം ചെയ്തത്. യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യാനും കോഴ്സ് തിരഞ്ഞെടുക്കാനൊക്കെ എങ്ങനെയാണ് എല്ലാവരും സഹായിച്ചത്? നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്ത്, നമ്മളുടെ ഒരു ഡ്രീം അനുസരിച്ച് നമുക്ക് ഏത് കോളേജാണോ മോസ്റ്റ് ആപ്റ്റബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പറ്റുന്ന ഓരോ കോഴ്സുകൾ ഇപ്പം ചിലർക്ക് നഴ്സിംഗ് പറ്റുമായിരിക്കും. ഞാൻ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ചിലർക്കത് പറ്റും, ചിലർക്കത് പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന കോഴ്സ് പറ്റുന്ന യൂണിവേഴ്സിറ്റിയിൽ റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത് അതിലേറ്റവും സക്സസ്ഫുൾ റേറ്റിൽ അവരെ കൊണ്ടുപോകും. ഹാപ്പിയാണല്ലേ? അപ്പോൾ ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കാം? ഔട്ട് ഓഫ് 10 10 കൊടുക്കാം അല്ലേ? താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കൺസൾട്ടൻസി ആയതുകൊണ്ട് ഭയങ്കര കൂളായിട്ട് എല്ലാം സെറ്റാക്കി തന്നു. ഇപ്രാവശ്യം എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ? ഉണ്ടായിരുന്നു അല്ലേ? വേറെ എന്തായിരുന്നു? അപ്പോൾ ആൽവിൻ എങ്ങനെയായിരുന്നു ഇതിനെ കുറിച്ച്? ഞാൻ ഫോണിൽ കൂടെ എൻ്റെ അമ്മ അറിഞ്ഞ് അങ്ങനെ സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് നല്ല സർവീസാണ്, ഒരു നല്ല റെസ്പോൺസീവാണ്. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം എത്ര ഇപ്രാവശ്യം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ 40 പിള്ളേരും കണ്ടുണ്ട്. ഇന്ന് വന്നവർ ഒരു 23 പേര്. 23 പേര്. ഹാപ്പിയാണ് എല്ലാവരും? എല്ലാവരും ഹാപ്പിയാണ്. അറിയാവുന്ന വെച്ചാൽ എല്ലാവരും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. അതെ അതെ അതെ. അപ്പോൾ സർവീസ് കാര്യങ്ങൾ അവർ അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള സർവീസ് നല്ല എല്ലാത്തിനും എൻ്റെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നു. അക്കോമഡേഷൻ അവർ പറഞ്ഞു. എനിക്ക് യൂണിവേഴ്സിറ്റി ആയിരുന്നു താല്പര്യം, അതുകൊണ്ട് യൂണിവേഴ്സിറ്റി. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നല്ലോണം പഠിക്കുക കേട്ടോ.